തിരക്കുകളൊക്കെ ഒഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോയിരിക്കാൻ തോന്നും. അങ്ങനെ ഒരു സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. എല്ലാവരും പോകാറുള്ള ഒരു സ്ഥലമാണിത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് ഇത് നമ്മുടെ അതിരപ്പള്ളി പോകുന്ന റൂട്ടുണ്ടല്ലോ, അതായത് തുമ്പൂർ മുഴി അതിരപ്പള്ളി വാഴച്ചാൽ റൂട്ടിൽ ഈ തുമ്പൂർ മുഴി എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങൾക്ക് കുറച്ച് എണ്ണപ്പനകൾ കണ്ടു തുടങ്ങും. അവിടെ ഒരു പെട്രോൾ ബങ്ക് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാർ ഒതുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. പെട്രോൾ ബങ്കിലല്ല, അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട്. അവിടെ നിങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട് നിങ്ങൾ നേരെ ആ എണ്ണപ്പനത്തോട്ടത്തേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൽ നിന്ന് വരുന്ന വെള്ളം ഒഴുകുന്ന ഈ റിവറിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. അത് നമുക്ക് അവിടെ പോയിരുന്ന് വളരെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അധികം വെള്ളമില്ല. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നല്ലോണം വെള്ളം ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് പോകുന്നത് ഡേഞ്ചർ ആയിരിക്കും. ഇപ്പം അധികം വെള്ളം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിവിടെ പാറക്കെട്ടുകളൊക്കെ കാണാം. അപ്പോൾ നമ്മൾക്ക് ആ മലയുടെ ഭംഗിയുള്ള ദൃശ്യങ്ങളും ഈ വെള്ളം ഒഴുകുന്ന ശബ്ദവും മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ഒന്നും ഇല്ല. നമുക്കവിടെ വളരെ റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഈ തുമ്പൂർ മുഴിയിലേക്കും അതിരപ്പള്ളിക്കൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് വീക്കെൻഡ്സ് ഒക്കെ ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും അവിടെ. അപ്പം ഇങ്ങനൊരു സ്ഥലത്ത് കുറേ നേരം നമുക്ക് ടൈം സ്പെൻഡ് ചെയ്ത ശേഷം നമുക്ക് അതിരപ്പള്ളി വെള്ളച്ചാട്ടോ വാഴച്ചാലോ തുമ്പൂർ മുഴി തൂക്കുപാലൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ ഇതങ്ങ് തീർക്കാം. പക്ഷെ വളരെ റിലാക്സ് ചെയ്യാൻ പറ്റിയ ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യാതെ നോക്കണം. എനിക്കവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ വെള്ളത്തിൻ്റെ അടുത്ത് ഈ പാറയമ്മ ഇരുന്നിട്ട് നമുക്ക് കുറേ നേരം സംസാരിക്കാം. അത് ആരുടെയും ഒരു ശല്യമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഈ വെള്ളം വീഴുന്ന ശബ്ദം മാത്രമേ നമുക്ക് അവിടെ കേൾക്കാനുള്ളൂ. അപ്പം കിട്ടിലിനൊരു സ്ഥലമല്ലേ ഇത്. ഞങ്ങൾ കുറേ നേരം ഇവിടെ ഇരുന്നതിന് ശേഷമാണ് ഞങ്ങൾ അതിരപ്പള്ളിക്കും വാഴച്ചാലിൻ്റെ അവിടേക്കൊക്കെ പോയത്. അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, കാരണം എല്ലാവരും കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ തന്നെ നമ്മുടെ ചാനലിൽ കുറേ പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് ഈ അതിരപ്പള്ളിയുടെയും വാഴച്ചാലിൻ്റെയും ഒക്കെ. അങ്ങനെ കുറേ നേരം അവിടെ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത ശേഷം ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് നിറയെ തൊട്ടാവാടിയാണ്. അപ്പോൾ അത് ഇങ്ങനെ തട്ടി നടക്കുമായിരുന്നു. പിന്നെ ഇവിടെ ഒരു ചെറിയ കുളം പോലെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നത് ഇവിടെ കുറച്ച് പശുക്കൾ കണ്ടു. അപ്പോൾ അവർക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ തൊട്ടാവാടിയുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ കാല് മുറിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാലിങ്ങനെ പൊക്കി വെച്ചിട്ടാണ് മമ്മി നടന്നു വരുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.